നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. സുഡാനിലും നൈജീരിയയിലും മ്യാൻമാറിലും ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കൂട്ടക്കൊലയിലും ലൈംഗിക അതിക്രമങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. ആഭ്യന്തര കലാപങ്ങൾ പലപ്പോഴും വംശീയ വേർതിരിവുകൾക്കും അതിലൂടെ വംശഹത്യകളിലേക്കും നയിക്കുന്നു. സ്വന്തം ദേശത്ത് തന്നെ അപരരായിത്തീരുന്ന പൗരന്മാരുടെ സ്ഥിതി ഭീതിജനകമാണ് എന്നും കലാപങ്ങൾ അവസാനിപ്പിക്കുവാൻ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമാണ് എന്നും മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ടു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് സുഡാനിൽ നിന്ന് ദിവസം പ്രതി കേൾക്കുന്നത്. സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നു. മനുഷ്യരെ തെരുവിൽ തരം തിരിച്ചു നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കുന്നു. ജനങ്ങളുടെ കൂട്ട പലായനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും കോപ്റ്റിക് വിഭാഗം ക്രൈസ്തവർ ഏറെ പീഡനങ്ങൾ സഹിക്കുന്നു. പട്ടിണിയിലും കൂട്ടക്കൊലകളും ലൈംഗിക അതിക്രമങ്ങളും ഉൾപ്പെടെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈൻ, റഷ്യ, ഇസ്രായേൽ, പാലസ്തീൻ യുദ്ധങ്ങളോടൊപ്പം ആഭ്യന്തര കലഹങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യകുലം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് വഴുതി വീഴുന്നു. മാർത്തോമ സഭയുടെ എല്ലാ പള്ളികളിലും ഈ വരുന്ന ഞായറാഴ്ച കലാപ ബാധിത പ്രദേശങ്ങളെയും ഇരകളാകുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും മെത്രാപ്പോലിത്ത നിർദ്ദേശിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ ആത്മകഥ ജീവിതം ഒരു അഭിഷേകം പ്രകാശനം ചെയ്തു. തിരുവല്ല VGM ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സിറിയക് തോമസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആത്മകഥാ സാഹിത്യത്തിൽ പുതുവഴി തുറന്ന പുസ്തകമാണ് ജീവിതം ഒരു അഭിഷേകമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെ പറ്റി ഒന്നും പറയാതെ മറ്റുള്ളവരെ പറ്റി പറയാനാണ് ആത്മകഥയിലൂടെ മെത്രാപ്പോലിത്ത ശ്രമിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ സക്രിയാസ് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത പുസ്തകം ഏറ്റുവാങ്ങി. നവോത്ഥാനത്തിന്റെ കനലുകൾ ഹൃദയത്തിൽ ആവാഹിച്ച സഭാപിതാവാണ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത എന്ന് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. ഷാജി ജോർജ് പുസ്തകം പരിചയപ്പെടുത്തി. മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ, CSS സെക്രട്ടറി റവറൻ സാം ടി കോശി, മെത്രാപ്പോലിത്തയുടെ സെക്രട്ടറി റവറൻ KE ഗീവർഗീസ്, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, ആത്മയ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്രിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. മെത്രാപ്പോലിത്ത മറുപടി പ്രസംഗം നടത്തി. CSS ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ പട്ടത്ത സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽ 115 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. വെച്ചൂച്ചിറ കുന്നത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 7 വീടുകളുടെ കൂദാശ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയും ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയും ചേർന്ന് നിർവഹിച്ചു. അരയൻപാറ മാർത്തോമ ഇടവക അംഗം കോളാക്കോട്ട് ജോണും കുടുംബവും ദാനമായി നൽകിയ 50 സെന്റ് സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചത്. ഹൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവകയും റാന്നി നിലയ്ക്കൽ ഭദ്രാസനവും വീടുകളുടെ നിർമ്മാണ ചെലവ് ഏറ്റെടുത്തു. 560 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് 7.5 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. 7 വീടുകൾ കൂടാതെ കമ്മ്യൂണിറ്റി ഹാളും ഇവിടെ നിർമ്മിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവേചനമോ സഭയിലേക്ക് ആളുകളെ ചേർക്കുക എന്ന ലക്ഷ്യമോ ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹിക്കാനും അടിസ്ഥാന ആവശ്യങ്ങളിൽ തുണയാകുവാനും മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് കഴിയുന്നത് അഭിമാനകരമാണ് എന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. പ്രമോദ് നാരായണൻ MLA, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, അഭയം പദ്ധതി കോർഡിനേറ്റർ റവറൻ VS കറിയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതീഷ് പണിക്കർ, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചിമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു.
മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ കോഴിക്കോട് കക്കോടി ചെലപ്രത്ത് പുതിയതായി നിർമ്മിക്കുന്ന ഭദ്രാസന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ശുശ്രൂഷ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോൺ, ഭദ്രാസന ട്രഷറർ കൊച്ചുമാമൻ, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് വിളംബര ഗാനസന്ധ്യ പുൽക്കൂട്ടിൽ പൂക്കാലം നവംബർ മാസം 29-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5:30 തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തും. DSMC കൊയർ ഉൾപ്പെടെ വിവിധ ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രയുടെ നേതൃത്വത്തിൽ കുമ്പനാട് മുട്ടുമണ്ണിൽ പ്രവർത്തിച്ചു വരുന്ന ഫാർമേഴ്സ് ഫെലിസിറ്റേഷൻ സെന്റർ കർഷകർക്ക് കൂടുതൽ പ്രയോജനപ്പെടും വിധം നവീകരിച്ചു. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ ചുമതലയിൽ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് പ്രവർത്തനം. നബാർഡ് പത്തനംതിട്ട ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ വിഷ്ണു H. ദാസ് ഉദ്ഘാടനം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ജേക്കബ് ജോണിന് നൽകി റവറൻ ജോബിൻ ജോസ് നിർവഹിച്ചു. ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്ര മേധാവി ഡോക്ടർ CP റോബർട്ട്, റവറൻ KS മാത്യു, റവറൻ സജിത് തോമസ് ജോൺ, റവറൻ സുനിൽ മാത്യു, റവറൻ AP നോബിൾ, സജി T. ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ കൂടാതെ കാർഷിക ജൈവ ഉൽപ്പന്നങ്ങൾ, വിവിധ ഇനം ചെടിച്ചട്ടികൾ, തേൻ, കറി പൗഡറുകൾ, അച്ചാറുകൾ, കാർഷിക ഉപകരണങ്ങൾ, ജൈവ വളങ്ങൾ, പച്ചക്കറി വിത്തുകൾ തുടങ്ങിയവ സ്റ്റോളിൽ ലഭിക്കും. പഞ്ചാബിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ ദുരിതം അനുഭവിക്കുന്ന 1000 കുടുംബങ്ങൾക്ക് വിവിധ സഹായങ്ങൾ എത്തിച്ച് നൽകും. ആദ്യഘട്ടത്തിൽ 350 കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി ഷെൽട്ടർ കിറ്റ്, കമ്പിളി, പുതപ്പ്, ഷോൾ, ശുചിത്വ കിറ്റ് തുടങ്ങിയ 17 ഇനങ്ങൾ അടങ്ങുന്ന റിലീഫ് കിറ്റിന്റെ വിതരണം ആരംഭിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ N. ജേക്കബ്, കോഓർഡിനേറ്റർ റിബു തോമസ് മാത്യു, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരായ തേജ് പ്രതാപ് സിംഗ്, നിഷാന്ത് സിംഗ്, ദർവീന്ദർ സിംഗ് എന്നിവർ നേതൃത്വം നൽകുന്നു. ഗുജറാത്ത് മിഷന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ചിഞ്ചലി മാർത്തോമ കോൺഗ്രിഗേഷനിലും പിപ്പൽപാടയിലെ മിത്ര നികേതൻ ഹോസ്റ്റലിലും നടത്തപ്പെട്ടു. ജീസസ് ദ ലൈഫ് ആർക്കിടെക്ട് എന്നതായിരുന്നു ചിന്താവിഷയം. വിവിധ സഭകളിൽ നിന്നും മിഷൻ കേന്ദ്രങ്ങളിൽ നിന്നുമായി 650ഓളം കുട്ടികളുടെ ആവേശകരമായ പങ്കാളിത്തമുണ്ടായി. ദിവസവും ആരാധനകളോടെ ആരംഭിക്കുന്ന VBSൽ കുട്ടികൾ സന്തോഷത്തോടെ ഗാനങ്ങൾ ആലപിക്കുകയും സംഗീതത്തിലൂടെയും നൃത്തങ്ങളിലൂടെയും തങ്ങളുടെ വിശ്വാസം പങ്കിടുകയും ചെയ്തു. ബ്ലസി റോബിൻസൺ, സാന്ദ്ര മറിയം ടിജു, സ്നേഹ സാം എന്നിവർ നേതൃത്വം നൽകി. ബൈബിൾ ക്ലാസുകൾക്ക് പുറമെ VBSൽ ക്രാഫ്റ്റ് സെഷനുകൾ, ഗ്രൂപ്പ് ചർച്ചകൾ, ഗെയിമുകൾ, സ്കിറ്റുകൾ എന്നിവയും ഉൾപ്പെട്ടിരുന്നു. സമർപ്പണ ശുശ്രൂഷയിൽ അനേക കുട്ടികൾ യേശുവിനെ സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു. VBSൽ പഠിച്ച പാട്ടുകൾ, സ്കിറ്റുകൾ, ഓർമ്മക്കുറിപ്പുകൾ എന്നിവ ആഹ്ലാദത്തോടെ കുട്ടികൾ അവതരിപ്പിച്ചു. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമോൽപ്പന്നം നവീകരിച്ച ഷോറൂം ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. ഫെഡറൽ ബാങ്ക് തിരുവല്ല ബ്രാഞ്ച് മാനേജർ ആൽബിൻ ജോർജ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കാർഡ് സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വെരി റവറൻ മാത്യു ജോൺ, വെരി റവറൻ ഡാനിയൽ തോമസ്, കാർഡ് ട്രഷറർ വിക്ടർ ടി തോമസ്, സജി ടി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. കാർഡിന്റെ വിവിധ യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കരകൗശല സാധനങ്ങൾ, തേൻ, ഖാദി, ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ, വിവിധ തുണിത്തരങ്ങൾ, KVKയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, കറി പൗഡറുകൾ, പള്ളി ഉപകരണങ്ങൾ, തിരുവസ്ത്രങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. മാരാമൺ കൺവെൻഷന്റെ 131ാമത് മഹായോഗം 2026 ഫെബ്രുവരി മാസം 8 മുതൽ 15 വരെ പമ്പ മണൽപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ നടത്തും.
മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ മാരാമൺ റിട്രീറ്റ് സെന്ററിൽ കൂടിയ സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയതായി സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അറിയിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ ജനറൽ കൺവീനറായി, സംഘം ഭാരവാഹികളായ പ്രൊഫസർ എബ്രഹാം പി മാത്യു ലേഖ സെക്രട്ടറി, റവറൻ ജിജി വർഗീസ് സഞ്ചാര സെക്രട്ടറി, ഡോക്ടർ എബി തോമസ് വാരിക്ക ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിൽ സാം ചെമ്പകത്തിൽ, ടിജു എം ജോർജ് പ്രസ് ആൻഡ് മീഡിയ, റവറൻഡ് റൊണാൾഡ് രാജു, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ പാട്ടുപുസ്തകം, റവറൻ ജിജി വർഗീസ്, ഡോക്ടർ എബി തോമസ് വാരിക്കാട് പന്തൽ ആൻഡ് പാലം നിർമ്മാണം, പി അച്ഛൻകുഞ്ഞ്, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ പന്തൽ ഓലമേയൽ, റവറൻഡ് ബിജു സാം, റവറൻ ജോജി ജേക്കബ് ക്രമപരിപാലനം, ഇവാഞ്ചലിസ്റ്റ് MC ജോർജ് കുട്ടി, ഇവാഞ്ചലിസ്റ്റ് സുബി പള്ളിക്കൽ ലൈറ്റ് ആൻഡ് സൗണ്ട്, റവറൻ ജോജി തോമസ്, സാം ജേക്കബ് ഹോസ്പിറ്റാലിറ്റി, ബിനോജ് S, അഡ്വക്കേറ്റ് മനോജ് മലയിൽ റിസപ്ഷൻ, പി അച്ഛൻകുഞ്ഞ്, അഡ്വക്കേറ്റ് മനോജ് മലയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ടിജു M ജോർജ്, ജോൺസൺ എബ്രഹാം സ്റ്റോൾ ക്രമീകരണം, റവറൻ അലക്സ് A, ഇവാഞ്ചലിസ്റ്റ് സെൽവരാജ് JI പ്രയർ ആൻഡ് പ്രിപ്പറേഷൻ, ലാലമ്മ മാത്യു, ബിനോജ് S തത്സമയ സംപ്രേക്ഷണം, ഡോക്ടർ ഷാജി AS, ഗീത മാത്യു പരിസ്ഥിതി, ഡോക്ടർ എബി തോമസ് വാരിക്കാട്, റവറൻ ജിജി വർഗീസ് ഫിനാൻസ്, റവറൻ ബൈജു തോമസ്, റവറൻ അലക്സ് A യുവവേദി, റവറൻ സുനിൽ A ജോൺ ഇവാഞ്ചലിസ്റ്റ് ഷെഡ്, റവറൻ ജോജി തോമസ്, ജോസി കുര്യൻ മന്ദിരങ്ങൾ, റവറൻ KC വർഗീസ്, റവറൻ സുനിൽ A ജോൺ സമർപ്പണ ശുശ്രൂഷ, റവറൻ ജെയിംസ് PC, റവറൻ സുനിൽ A ജോൺ പേഴ്സണൽ ഇവാഞ്ചലിസം, റവറൻ ഉമ്മൻ K ജേക്കബ് CD പ്രൊഡക്ഷൻ, റവറൻ ഡോക്ടർ തോമസ് കുര്യൻ അഞ്ചേരി, റവറൻ സുനിൽ ജോയ് റീജിയണൽ മീറ്റിംഗ്, ഇവാഞ്ചലിസ്റ്റ് സെൽവരാജ് JI, ഡോക്ടർ ഷാജി AS എക്സിബിഷൻ എന്നിവർ കൺവീനർമാരായിരിക്കും. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.